കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വാന്നാണ് അവര് പറഞ്ഞത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. ഇവർ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ത് ക്യാൻസർ ആയിരുന്നെന്നും അതിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നെന്നും. കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണങ്ങളും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. പേര്? നമസ്കാരം, എന്റെ പേര് നരസിംഹ. പേഷ്യന്റ് പേരെന്താ? ലളിതാമ്മ. ഏജ് എത്രയുണ്ട്? 75. 75. ഓക്കെ. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ നാഗൽകണ്ണൂർ ഡിസ്ട്രിക്ട് ബൽമാറൂർ ഗ്രാമം. ഓക്കെ. ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? അത് ആഹാരം ദഹിക്കുന്ന സ്ഥലമല്ലേ, ഈ ഫുഡ് പോകുന്ന വഴി, അങ്ങനെയാണ് പറഞ്ഞത്. ഇത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മാഡം. ഇപ്പൊ 4th സ്റ്റേജിലാണെന്നാ പറഞ്ഞു വരുന്നത്. 4th സ്റ്റേജ്. ആ എന്തൊക്കെ പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഇതിന്റെ സിംറ്റംസ് എങ്ങനെയായിരുന്നു വന്നിരുന്ന സമയത്ത്? ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഉം. ഛർദില് വരും, വേദന വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. 3 മാസമായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ആണോ? ഓക്കെ. വേദന വന്നപ്പോ പുറത്തുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്ത് മരുന്നൊക്കെ കഴിച്ചു പോയായിരുന്നു. അവര് ഗ്യാസ് ട്രബിൾ ആണെന്ന് ആദ്യമൊക്കെ പറഞ്ഞത്. അതിനൊക്കെ ഉള്ള മരുന്ന് കുറെ കഴിച്ചായിരുന്നു. വീണ്ടും 1 മാസം കഴിഞ്ഞ് വേദന വന്നപ്പോ ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി നോക്കിയപ്പോ അവര് ബയോപ്സി ചെയ്യണമെന്നാണ് പറഞ്ഞത്. വീഡിയോസ്കോപ്പി പോലത്തെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. ഓക്കെ. ഇതിപ്പോ 3rd സ്റ്റേജിലാണ്. അതുകൊണ്ട് കീമോ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ഓപ്പറേഷന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുമാണ് അവർ പറഞ്ഞത്. കൂടാതെ കീമോ ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സാർ, ഇത് എന്തുകൊണ്ട് വന്നേന്ന് അറിയാമോ? അതായത് ജനറ്റിക് ആയിട്ട് ഉള്ള പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്നാണോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഡോക്ടർ ഇതിനെ പറ്റി? ഒന്നുമില്ല മാഡം, എല്ലാവരും കഴിക്കുന്ന പോലെ സാധാരണ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഭക്ഷണത്തിലൊന്നും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഇത് പെട്ടെന്ന് അങ്ങോട്ട് വന്നതാ. എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരുമായിരുന്നു. നമ്മളതങ്ങനെ സാധാരണയാണെന്ന് വിചാരിച്ച് അതങ്ങോട്ട് വിട്ട് കളഞ്ഞായിരുന്നു. പിന്നെ ഭക്ഷണമൊന്നും ഇറങ്ങാണ്ട് കുറച്ച് വേദന കൂടിക്കൂടി വന്നായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി ഇവിടൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ എൻഡോസ്കോപ്പി ചെയ്തു നോക്കിയപ്പോ ലാസ്റ്റ് സ്റ്റേജാണ്. സാർ, ഈ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്? എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവരത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ വിളിച്ച് ഫോൺ ചെയ്ത് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചായിരുന്നു. എന്തുകൊണ്ട് സാർ ഓപ്പറേഷൻ വേണ്ടെന്ന് വിചാരിച്ചത്? അതെന്താണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യം കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കൊടുക്കണം ഓപ്പറേഷന് മുമ്പായിട്ടെന്നാണ് അവർ പറഞ്ഞത്. ആദ്യം ലൈറ്റിംഗ് ചെയ്യാം, എന്നിട്ടത് ഓക്കെ ആണെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നോക്കിക്കോ എന്നാണ് പറഞ്ഞത്. കൂടാതെ കീമോ ഡോക്ടറെയും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. സർജറി വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വന്നത്. അതെ അതെ. ഇവിടുത്തെ മരുന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിക്കാനുള്ള കാരണം എന്താ? എന്റെ അമ്മ കുറച്ച് ആഹാരമൊക്കെ കഴിച്ച് സാധാരണ ജീവിക്കുന്ന പോലെ ആകണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത് ഞങ്ങള്. ഹാപ്പി ആയിട്ട് അമ്മയെ നോക്കുന്നുണ്ടല്ലേ? ഓക്കെ. നിങ്ങളുടെ വിശ്വാസം സത്യമാവട്ടെ. മരുന്നൊക്കെ കഴിച്ച് രോഗം എത്രയും പെട്ടെന്ന് ഭേദാവട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം സർ. ഓക്കെ. താങ്ക് യു സർ.